ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് ഭക്തിയാദരപൂർവ്വം പരിസമാപ്തി. കഴിഞ്ഞ ദിവസം പുറത്തെഴുന്നള്ളിയ ദേവി അല്പസമയത്തിനകം ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരും. രാത്രി കാപ്പഴിക്കുന്നതോടെയാണ് ഉത്സവത്തിന് പരിസമാപ്തി ആകുന്നത്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിര മണക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും അല്പസമയത്തിനകം തന്നെ ദേവി ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടും. 9 മണിയോടുകൂടി അകത്തെഴുന്നള്ളിപ്പുണ്ടാകുമെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചിരുന്നതെങ്കിലും അല്പസമയം കൂടി വൈകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവി ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ കുത്തിയോട്ട ബാലന്മാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 606 കുത്തിയോട്ട ബാലന്മാരാണ് വ്രതം നോറ്റ് ദേവിക്ക് അകമ്പടി സേവിച്ചത്. ദേവിക്ക് അകമ്പടി സേവിച്ച വാദ്യമേളങ്ങളും കുത്തിയോട്ട ബാലന്മാരും ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ദേവി ഇവിടെ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തട്ടപ്പൂജകൾ വഴിനീളെയുള്ള ഈ താലങ്ങൾ ഒക്കെ സ്വീകരിച്ച ശേഷമായിരിക്കും ദേവി ആറ്റുകാൽ സന്നിധിയിലേക്ക് എത്തിച്ചേരുക. ദേവിയോടൊപ്പം വാദ്യമേളങ്ങളുടെ അകമ്പടിയും ഉണ്ടാകും. എന്തായാലും 10 മണിയോടുകൂടി ഇപ്പോൾ ദേവി ക്ഷേത്ര സന്നിധിയിൽ എത്തുമെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിക്കുന്നത്. അതിനുശേഷം പൂജകൾ നടക്കും. പൂജ നടന്നതിനു ശേഷം രാത്രി 9 മണിയോടുകൂടിയാണ് കാപ്പഴിക്കൽ ചടങ്ങ് നടക്കുക. അതിനുശേഷമായിരിക്കും ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവ ആഘോഷത്തിന് പരിസമാപ്തിയാവുക. എന്തായാലും വളരെ ഭക്തി ആദരപൂർവ്വം ഭക്ത ലക്ഷങ്ങൾ പൊങ്കാല അർപ്പിച്ച് പൊങ്കാല നൈവേദ്യം അർപ്പിച്ച് കഴിഞ്ഞ ദിവസം മടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച കുത്തിയോട്ട ചടങ്ങുകൾ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. കുത്തിയോട്ട ബാലന്മാർ ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിലെത്തി വിശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം ദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നത് കാത്തിരിക്കുകയാണ് ഭക്തരും ഈ കുത്തിയോട്ട ബാലന്മാരും. അതുതന്നെയാണ്. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് ഭക്തിയാദരപൂർവ്വം പരിസമാപ്തി കുറിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തെഴുന്നള്ളിയ ദേവി അല്പസമയത്തിനകം ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരും. വിവരങ്ങൾ നൽകുകയായിരുന്നു തത്സമയം ചന്തു ചന്ദ്രശേഖർ.